കഴിഞ്ഞ ദിവസം നമ്മൾ ലെനിൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഒരുപാട് പേർക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ, ലെനിൻ എങ്ങനെ മരിച്ചു, സ്റ്റാലിനാണ് ലെനിനെ കൊലപ്പെടുത്തിയതെന്നൊക്കെ കേട്ട് ഞെട്ടിപ്പോയി നമ്മുടെ പല സഖാക്കളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാലിൻ എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാലോ? അതെ, അത് പറയണം. ചിലരത് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതാണ്ടൊക്കെ സമാനമായ രീതിയിലായിരുന്നു സ്റ്റാലിൻ്റെയും മരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയാണല്ലേ മൊത്തം? അതങ്ങനെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഉന്മൂലനം ഒരു പ്രത്യയശാസ്ത്രമായിട്ട് എടുത്തിരിക്കുകയാണല്ലോ. പുറത്തല്ല, അകത്തും ചെയ്യും. അകത്തും നമ്മുടെ കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പിൻ്റെ പേരിലും ഉണ്ട് ഈ പ്രശ്നം. അതെ, അപ്പോൾ പരസ്പരം സംശയിക്കുമല്ലോ ആരാരുടെ കൂടെയാണെന്നൊക്കെ. വല്ലാത്ത സംശയമായിരിക്കും. പ്രത്യേകിച്ച് ഏകാധിപതികൾ എപ്പോഴും പേടിത്തൊണ്ടന്മാരായിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും ആരെയോ കുത്തി പറയുന്ന പോലെ. അതെ, അങ്ങനെ ആയിരിക്കും. എനിക്ക് പിണറായി വിജയനെ കുറിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തിനെ പറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളല്ലേ. അപ്പോൾ ജീവിത സായാഹ്നത്തിൽ സ്റ്റാലിൻ മോസ്കോയ്ക്കടുത്ത് ഒരു 10-11 കിലോമീറ്റർ കുൻസേവോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡാച്ചയിലാണ് താമസിച്ചിരുന്നത്. ഡാച്ച സുഖവാസ. മുമ്പൊരിക്കലും പറഞ്ഞു നമ്മുടെ പുത്തിൻ്റെ വീടിന് നേരെ വീട് ഡാച്ച. അതെ, ആക്രമണം നടത്തുന്നത്. അപ്പോൾ ആ സുഖവാസ വസതി ആ കുൻസേവോ ഡാച്ചയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞാൽ അത് പറഞ്ഞ ഡോക്ടറെ കൊന്നുകളയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവനെ തട്ടിയേക്കാൻ പറയും. അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര വിഷാദവാനായിരിക്കും. ആരെങ്കിലുമൊക്കെ കൂടെ വേണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ 4 പേരെ വിളിക്കും, 4 സഖാക്കളെ. എന്നിട്ട് ഒന്നിച്ചിരുന്ന് സിനിമ കാണും, ദീർഘമായി സംസാരിക്കുകയൊക്കെ ചെയ്യും, ഒന്നിച്ച് അത്താഴമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ പിരിയുന്നത് പുലർച്ചെയൊക്കെ ആയിരിക്കും, 2 മണി 3 മണി ആ സമയത്തൊക്കെ. ഈ 4 പേര്, ഈ വിളിച്ചു വരുത്തുന്ന 4 പേര്, ഉപപ്രധാനമന്ത്രി ജോർജി മലങ്കോവ്, പിന്നെ മറ്റേ പോലീസുകാരൻ, ചാരമേധാവി KGB, ലാവ്റെൻറ്റി ബേറിയ, നികിത ക്രൂഷ്ചേവ്. ഈ ലാവ്റെൻറ്റി ബേറിയ എന്നുള്ള പേര് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ബേറിയ, നികിത ക്രൂഷ്ചേവ്, പിന്നീട് ഭരണകർത്താവായ അദ്ദേഹം, പ്രതിരോധ മന്ത്രി നിക്കോളായ് ബുൾഗാനിൻ താടി, അയാളുടെ പേരിൽ നിന്നാണ് അത് വന്നത്, ബുൾഗാനിൻ. അപ്പോൾ മലങ്കോവ്, ബേറിയ എന്നിവർ അധികാര വടംവലിയൊക്കെ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു, മലങ്കോവും ബേറിയയും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രൂഷ്ചേവിനെയും കൂടി വിളിച്ചു വരുത്തി. നികിത ക്രൂഷ്ചേവ് എന്ന് പറയുമ്പോൾ ആളോർക്കും വല്ല സ്ത്രീയാണ്, ക്രൂഷ്ചേവിൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ ക്രൂഷ്ചേവ് പിന്നീട് ഓർമ്മിച്ചത്, അദ്ദേഹം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും, സിനിമ കാണാം എന്ന് പറയും. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലേ? നീണ്ട സംഭാഷണങ്ങൾ നടത്തും. ചിലപ്പോൾ 1 മിനിറ്റിൽ തീർക്കാവുന്ന വലിയ വിഷയമൊക്കെ ആയിരിക്കും പുള്ളി വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിച്ചിട്ട് പരിഹാരം ചോദിക്കുന്നത് എന്നും ക്രൂഷ്ചേവ് പിന്നീട് ഓർമ്മിച്ചു. 1.5 മണിക്കൂറൊക്കെ ചർച്ച ചെയ്യും. ചെറിയ പ്രശ്നമായിരിക്കും തീർക്കാവുന്നത്. ഈ ഒരു സംശയം, ഈ സ്റ്റാലിൻ്റെ ധാരാളം ജീവചരിത്രകാരന്മാരുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഈ എന്താ പറയുക, വിഷാദം അകറ്റാൻ മാത്രമായിരിക്കില്ലേ ഈ 4 പേരെ വിളിച്ചിട്ടുണ്ടാവുക. ഇവരിൽ ആരായിരിക്കും തനിക്ക് ഭീഷണി എന്ന് നിരീക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും ഈ 4 എണ്ണത്തിനെയും കൂടി ഏറ്റവും മുകളിൽ അവരാണല്ലോ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 1953 73 വയസ്സായിരുന്നു സ്റ്റാലിന്. ഈ കാലഘട്ടത്തിൽ ഹൃദയാഘാതമോ മറ്റാഘാതങ്ങളോ ഒക്കെ 1945 ഉണ്ടായിട്ടുണ്ട്. പിന്നെ അധികാരഭ്രാന്ത് വല്ലാതെ മൂർധന്യത്തിൽ എത്തിയിരുന്നു. ഞാനല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള മട്ടില്ല. സത്യത്തിൽ സ്റ്റാലിന് പൊക്കം കുറവായിരുന്നു. നമ്മൾ ചിത്രത്തിൽ കാണുന്നതൊക്കെ വലിയ പൊക്കം ആയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ വരപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സിനിമയിലുമൊക്കെ വലിയ കഥാപാത്രമൊക്കെ ആയിട്ടൊക്കെ ചിത്രീകരിക്കാനൊക്കെ സംവിധായകരെയൊക്കെ വിളിച്ച് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല പൊക്കത്തിൽ ഒക്കെ വേണം. പൊക്കം കുറഞ്ഞ ആളായിരുന്നു. അതെ. അപ്പോൾ 1951 ചെക്കപ്പ് നടത്തി. അപ്പോൾ വിശ്രമിക്കാനായിട്ട് കുറച്ച് വിശ്രമിച്ചിട്ടേ കുറച്ച് ജോലി എടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു.
ഇനി ആരോഗ്യമൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞത് ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് റോമൻ ബ്രാക്ക്മാൻ എഴുതിയ ദ സീക്രട്ട് ഫയൽ ഓഫ് ജോസഫ് സ്റ്റാലിൻ എ ഹിഡൻ ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 30 വർഷം മുമ്പ്, ഈ വർഷത്തിന് 30 കൊല്ലം മുമ്പേ ലെനിൻ്റെ മരണം നേരത്തെ ആക്കാനായിട്ട് സ്റ്റാലിൻ തീരുമാനിച്ചാണല്ലോ, ഡോക്ടർമാരെയൊക്കെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഈ ലെനിനെ അകറ്റുകയും ചെയ്തിരുന്നു ഡോക്ടർമാരെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇത് പറഞ്ഞത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പിന്നീട് ഒരുപാട് ഡോക്ടർമാരെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട് അവിടെ. ഡോക്ടേഴ്സ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ തന്നെ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരായ ഡോക്ടർമാരുടെ ഒരു സംഘത്തിനെ കൂട്ടക്കൊല ചെയ്തു. വട്ടായിരുന്നല്ലേ? ആ, ഡോക്ടർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കവികളെയൊക്കെ കൂട്ടക്കൊല ചെയ്ത സംഭവം. ഞാൻ വട്ടായിരുന്നു ചോദിച്ചത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഞാൻ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞ വട്ടായിരുന്നു എന്ന്. അത് ശരി. കാരണം ഇയാളുടെ കാര്യത്തിൽ എപ്പോഴാണ് ഞാൻ 2 ഇന്ത്യക്കാരെ ഇയാൾ വെടിവെച്ച് കൊന്ന കഥയൊക്കെ പറഞ്ഞിട്ടില്ലേ, അഭിനയ് മുഖർജിയെയും മറ്റേ വീരേന്ദ്രനാഥ് ചതോപാധ്യായ, ചാറ്റോ എന്ന് പറയുന്ന. ആരെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ തട്ടിക്കളയുക എന്നുള്ളത് ഇയാൾക്ക് ഒരുപാട് പേരെ കൊന്നുണ്ടല്ലോ. ഗ്രേറ്റ് പർജ് എന്നല്ലേ പറയുന്നത്. മഹത്തായ എന്നാണ് അതിൻ്റെ കൂടെയും ചേർത്തിരിക്കുന്നത്, ഉന്മൂലനം, മഹത്തായ ഉന്മൂലനം എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ഈ വിശ്രമിക്കണം എന്ന് പറഞ്ഞ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. അയാൾ ബ്രിട്ടീഷ് ചാരനാണ് മുദ്ര കുത്തി. അതായത് വിചാരണ ചെയ്യാനായിട്ടൊരു കാരണമാണല്ലോ. ഒരു ദശകത്തിന് ശേഷം 1952 പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മലങ്കോവിനും ക്രൂഷ്ചേവിനും ഒക്കെ കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിട്ട് ഇയാളൊന്ന് മാറി നിൽക്കും, ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ എന്ന് ആളുകൾ വിചാരിച്ചു. പക്ഷേ ആ തോന്നലൊക്കെ അസ്തമിച്ചു. ഇയാൾ ആർക്കും ഒരു റോളും കൊടുത്തില്ല, ഞാൻ തന്നെ എന്ന പാർട്ടി കോൺഗ്രസ്സിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ അയാൾ തന്നെ കൈയടക്കി. കുറേ പുതുമുഖങ്ങളൊക്കെ എടുത്തു വച്ചു. എന്ന് പറഞ്ഞാൽ ഇറാൻ മൂളികളില്ലേ, ഈ മന്ത്രിസഭയിൽ എല്ലാവരും പുതുമുഖങ്ങളായിരിക്കുന്നൊക്കെ വിചാരിക്കുന്ന മുഖ്യമന്ത്രിമാരും ഒക്കെ ആരും ഒന്നും മിണ്ടില്ലല്ലോ, എല്ലാ വകുപ്പിലും കൈയിടാം. അങ്ങനെ ചെയ്തു. അപ്പോൾ പിൻഗാമി ആരായിരിക്കും എന്നുള്ളത് അവ്യക്തമായിട്ട് തുടർന്നു. ആരായിരിക്കും ഇവർ, ഈ മലങ്കോ ആയിരിക്കുന്നോ ഒക്കെ ഉള്ളത്, ബേറി ആയിരിക്കുമെന്നോ ഒന്നും വ്യക്തമാക്കിയില്ല. ഒരു പിൻഗാമിയും വേണ്ട, ഞാൻ തന്നെയാണ് ഇനിയും കുറേ കാലം ഉണ്ടാവുക എന്നുള്ളത്. ക്രൂഷ്ചേവ് ഇതിനെപ്പറ്റി ഓർത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാനില്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ നിങ്ങളുടെയൊക്കെ കൊങ്ങയ്ക്ക് പിടിക്കും എന്ന് പറയുമായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാവുള്ളൂ, നിങ്ങൾ പൂച്ചക്കുട്ടികളെ പോലെ അന്ധരാണ് എന്ന് പറയുമായിരുന്നു. നീ വൈകുന്നേരം എങ്ങനെ ഇരിക്കുമ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഇല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ കൊണ്ടുപോകും എന്ന് പറയും. അവസാന മാസങ്ങളിലൊക്കെ വേറെന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നതായിട്ട് ഇയാളെ കണ്ടിട്ട് സംശയം തോന്നുന്നുണ്ടായിരുന്നു. ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1953 ഈ മരണത്തിനൊക്കെ തൊട്ട് മുമ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക. ഹിറ്റ്ലർ ചെയ്ത പരിപാടി അത് സോവിയറ്റ് യൂണിയനിലും അയാൾ ചെയ്തു. ഇവർ സോവിയറ്റ് നേതൃത്വത്തിനെതിരെ, അതായത് സ്റ്റാലിനെതിരെ പട കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജൂതന്മാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിലൊന്നു മാത്രമായിരുന്നു ആ ഡോക്ടേഴ്സ് പ്ലോട്ടുമായി ബന്ധപ്പെട്ടത്. ഇനി ആ ദിവസം 1953 ഫെബ്രുവരി 28, അത് അന്ന് വൈകിട്ട് സിനിമ കാണാൻ മലങ്കോ, ബേറിയ, ക്രൂഷ്ചേവ്, ബുൾഗാനിൻ അവരെ വിളിച്ചു വരുത്തി. അത്താഴത്തിനിടെ ഒരു വിചാരണയ്ക്ക് വേണ്ട കുറ്റസമ്മത മൊഴിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. ഏതോ ഒരാളെ ശരിപ്പെടുത്താനുണ്ട്. അപ്പോൾ കുറ്റസമ്മത മൊഴിയൊക്കെ വാങ്ങിച്ചു വെച്ചോ. അപ്പോൾ അന്ന് ഈ കുറ്റസമ്മത മൊഴിയൊക്കെ മേടിച്ചോ എന്ന് ചോദിച്ചു. അത് ആ ഡോക്ടേഴ്സ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇയാൾ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ വലിയ സോവിയറ്റ് നേതാക്കൾ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജൂത ഡോക്ടർമാർ കൊന്നതാണ്. അങ്ങനെ ഒരു ഡോക്ടേഴ്സ് പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ ഡോക്ടർമാരെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ അത് സംബന്ധിച്ച മൊഴികളൊക്കെ എടുത്തോ എന്നാണ് ഇവരോട് ചോദിക്കുന്നത്. ആ ദിവസത്തിനെ പറ്റി
ക്രൂഷ്ചേവ് പിന്നീട് ഓർത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി 1953 ഫെബ്രുവരി 28, അത് ഈ സ്റ്റാലിന് അടി കിട്ടുന്ന ദിവസമാണ്. അന്ന് രാത്രി തീർന്നത് പുലർച്ചെ 5 മണി 6 മണി ആയപ്പോഴാണ്. ക്രൂഷ്ചേവ് പിൽക്കാലത്ത് ഓർത്തത് ഇങ്ങനെയാണ്: സഖാവ് സ്റ്റാലിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. മുന്നിലെ ഹാളിലെത്തിയപ്പോൾ യാത്ര പറയാൻ സ്റ്റാലിനെത്തി. ഒരുപാട് തമാശകൾ പറഞ്ഞു. ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ വയറിൽ കുത്തി മിക്കോല എന്ന് വിളിച്ചു. അത് യുക്രൈൻ ഭാഷയാണ്. ഈ സ്നേഹത്തോടു കൂടി പേര് മിക്കയിൽ എന്നുള്ളതിനൊക്കെ മിക്കോല കളിയാക്കുന്നതല്ല, യുക്രൈൻ ഭാഷ അന്തരം ആണത്. സ്ലാങ് എന്ന് പറയില്ലേ, അതാണ്. എൻ്റെ പേരിൻ്റെ യുക്രൈൻ രൂപം ആണത്. ഞങ്ങൾ ജോളിയായി പിരിഞ്ഞു. പക്ഷെ പലപ്പോഴും അത്താഴം ഇങ്ങനെയല്ല തീർന്നിട്ടുള്ളത്, പലപ്പോഴും തർക്കങ്ങളിലും തീർന്നിട്ടുണ്ട്. ഇത് മറ്റേ ക്രൂഷ്ചേവിൻ്റെ വേർഷനാണ് അന്നത്തെ രാത്രിയുടെ. അത് സത്യമാകണം എന്നില്ല, ഇത് ജോളിയായിട്ട് തീർന്നു എന്നൊക്കെ ഉള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ വേർഷനാണ്. ആ രാത്രി അങ്ങനെ ആയിരുന്നിരിക്കില്ല എന്ന് അന്നവിടെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖകനായിരുന്ന ഹാരിസ് സാലിസ്ബറി ആത്മകഥ എഴുതിയിട്ടുണ്ട്, ഓർമ്മക്കുറിപ്പുകൾ. അതങ്ങനെ ആയിരുന്നിരിക്കില്ല എന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ അന്നത്തെ ലേഖകൻ എഴുതിയിട്ടുണ്ട്. മലങ്കോ, ബേറിയ, ക്രൂഷ്ചേവ് എന്നിവർ അന്ന് സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും വലിയ കുരുട്ടുബുദ്ധിക്കാരായിരുന്നു. അവർ സ്വയം രക്ഷിക്കാനുള്ള പണിയെടുത്തിരിക്കാം. കാരണം സ്റ്റാലിന് അന്നാണ് കുഴപ്പം സംഭവിക്കുന്നത്. അടുത്ത ദിവസം ഞായറാണ്. ക്രൂഷ്ചേവ് വീട്ടിൽ തന്നെ ഇരുന്നു എന്ന് അവകാശപ്പെട്ടു. പിന്നീട് ആ ഞായറാഴ്ച സ്റ്റാലിൻ ആരെയും വിളിച്ചില്ല അന്നത്തെ ദിവസം. സ്റ്റാലിനെ അപ്പോൾ ആരും അന്വേഷിച്ചതുമില്ല. അത് സ്റ്റാലിൻ ചൂടാവുമെന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ അന്വേഷിക്കാതിരുന്നതെന്ന് ആ ഡാച്ചയിലെ ജോലിക്കാരായ സഹാക്കളൊക്കെ പിന്നീട് പറയുകയുണ്ടായി. കാരണം സ്റ്റാലിൻ എണീറ്റിട്ടില്ല, വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, ആരും അന്വേഷിച്ചുമില്ല. അപ്പോൾ ഡാച്ചയിലുള്ളവരൊക്കെ സ്റ്റാലിനെ വിളിക്കാൻ പേടിച്ചു. ദ അൺനോൺ സ്റ്റാലിൻ, ഷാറസ് മെദ്വദേവ്, റോയ് മെദ്വദേവ്, 2 റഷ്യക്കാർ തന്നെ എഴുതിയ ദ അൺനോൺ സ്റ്റാലിനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റില്ല, വിളിച്ചുണർത്തിയില്ല എന്ന് അവർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല. ഈ പുലർച്ചെ കിടന്ന സ്റ്റാലിനെ 5-6 മണിന്ന് ക്രൂഷ്ചേവ് പറയുന്നത് വിശ്വസിച്ചാൽ തന്നെ രാത്രി 10:30-ക്കാണ് സ്റ്റാലിനെ ഇവർ കണ്ടെത്തുന്നത്. ജോലിക്കാർ രാത്രി 10:30-ക്ക് പോയി നോക്കുന്നത്. ഗാർഡ്, അംഗരക്ഷകൻ എന്ന് പറയാവുന്ന പീറ്റർ ലസ്ഗാച്ചേവ് ആണ് കണ്ടെത്തുന്നത്. അപ്പോൾ അയാളൊരു കത്ത് കൊടുക്കാൻ, ക്രെംലിനിൽ നിന്ന് ഭരണപരമായിട്ടുള്ള എന്തോ ഫയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കണ്ടതാണ്. ഇത്രയും വൈകി കണ്ടതാണെന്നാണ് പറയുന്നത്. ഒരു മെയ്ഡ്, വേലക്കാരിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലിഗാച്ചേവ് കണ്ടതായിട്ട് പറയുന്നത്, ഇയാൾ പൈജാമ എന്ന് പറയുന്നത് ഇടുമല്ലോ, അതിട്ടിട്ട് മൂത്രത്തിൽ കുളിച്ച് കിടക്കുക നിലത്ത്, സ്വന്തം മൂത്രത്തിൽ. അപ്പോൾ ഈ ലിഗാച്ചേവ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ന് മാത്രം പറഞ്ഞു എന്ന്, എന്നിട്ട് വീണ്ടും കിടന്നു. അപ്പോൾ ജീവൻ മുഴുവൻ പോയിട്ടില്ല ഈ കിടപ്പിൽ. 4 ഗ്ലാസ് ഉണ്ട് മേശപ്പുറത്ത്, മിനറൽ വാട്ടറും ഉണ്ട്. അപ്പോൾ മേശമേൽ, അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആഘാതം ഉണ്ടായിരിക്കാം എന്ന് സഖാക്കൾ പ്രചരിപ്പിച്ചു. അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ബേറിയ വിളിച്ചിരുന്നു. അപ്പോൾ ബേറിയ പറഞ്ഞു, ഇതാരോടും പറയണ്ട, ഇങ്ങനെ കിടക്കുന്ന കാര്യവും ഒന്നും നിങ്ങൾ ആരെയും എന്നെ വിളിച്ച് പറയണ്ട. പുലർച്ചെ ഈ രാത്രി 10:30-ക്ക് ഇങ്ങനെ കണ്ടിട്ടും ഡോക്ടറെ വിളിച്ചു വരുത്തുന്നത് പുലർച്ചെ അല്ല, അതെ, പകല് 7 മണിയായ ശേഷം പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് വരുത്തുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് മോസ്കോ റേഡിയോയിൽ ഇങ്ങനൊരു വാർത്ത വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് 28-ാം തീയതിയാണല്ലോ, ഫെബ്രുവരി 28, ലാസ്റ്റ് ദിവസം ഫെബ്രുവരിയിലെ. അത് കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി ചോര ഛർദ്ദിച്ചു സ്റ്റാലിൻ. പക്ഷെ കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ മരണത്തിൻ്റെ കുറിപ്പിൽ ഈ ചോര ഛർദ്ദിച്ചു എന്നുള്ള വാചകം വെട്ടി.
അത് എഴുതിയിരുന്നു, പക്ഷേ CC കുറിപ്പായിട്ട് ഇറക്കുമ്പോൾ അത് വെട്ടിക്കളഞ്ഞിരുന്നു. 1975 അവിടെ നിന്ന് നാടുകടത്തപ്പെട്ട ചരിത്രകാരൻ അബ്ദുറഹ്മാൻ അവത്തോർ ഖാനോവ് അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തി സ്റ്റാലിനെ കൊന്നത് ബേറിയയാണ്. സ്റ്റാലിൻ ഇങ്ങനെ ആഘാതം വന്നൊന്നും മരിച്ചതല്ല, ഈ രഹസ്യ പോലീസ് മേധാവിയായ ബേറിയ കൊന്നതാണ് എന്ന് വെളിപ്പെടുത്തി. ഇങ്ങനെയാണ് സ്റ്റാലിൻ്റെ കഥ. ബേറിയ എന്തിനു വേണ്ടി കൊന്നു? ബേറിയയെ കൊല്ലുമോ എന്നുള്ള പേടി ബേറിയക്ക് ഉണ്ടല്ലോ. അത് ശരി. ഈ 4 എണ്ണത്തിനെ വിളിച്ചു വരുത്തുന്നത് ചിലപ്പോൾ ഒരു ദിവസം വെടിവെച്ച് കൊല്ലുമല്ലോ. ഇയൊക്കെ ശരിക്കും ഒരു പ്രാന്തിന്റെ മട്ടിലായിരുന്നു. ഇല്ലെങ്കിൽ ഇത്രയും പേരെ ഉന്മൂലനം ചെയ്യും. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയാണല്ലോ. അതിൽ കലാകാരന്മാരെ ഒക്കെ കൊല്ലുന്നുണ്ടല്ലോ. സിനിമാ സംവിധായകര്, കവികള്, എഴുത്തുകാര്, ഡോക്ടർമാര്, ഇങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. സംശയമുള്ള എല്ലാവരും. ക്രൂപ്സ്കേയോട് സംസാരിക്കുന്നവരെയൊക്കെ നിരീക്ഷിച്ചിട്ട് കൊല്ലുന്നു. ലെനിൻ്റെ ഭാര്യ. ഇങ്ങനെ ആളുകളെ ജാതി നോക്കി, മതം നോക്കി. അതുപോലെ ട്രോട്സ്കി മെക്സിക്കോയിൽ പോയല്ലോ. ട്രോട്സ്കിയെ കൊല്ലാനായിട്ട് ആളെ വിട്ട് കൊല്ലുന്നു. ഈ മോസ്കോയിൽ നിന്നൊരാൾ പുറത്തേക്ക് പലായനം ചെയ്തു പോയാലും വെറുതെ കൊല്ലില്ല, അവിടെ പോയിട്ടും കൊല്ലുന്നു. ഈ വിധത്തിലാണ് അങ്ങനെയുള്ള ഒരു പരസ്പരം സംശയിക്കുന്ന മനുഷ്യ മൃഗം എന്നൊക്കെ പറഞ്ഞാൽ മൃഗങ്ങൾ കേസ് കൊടുക്കും. അങ്ങനെയുള്ള ആളെയാണ് ഇവിടെ ചില ആളുകൾ പടമൊക്കെ വെച്ച് പൂജിക്കുന്നത്. മാത്രമല്ല, ഈ ബേറിയയ്ക്ക് സ്റ്റാലിനെ കൊല്ലാൻ പ്രയാസമില്ലല്ലോ. അയാൾ രഹസ്യ പോലീസ് മേധാവി എന്നുള്ള അതിലേക്ക് സ്റ്റാലിന് വേണ്ടി എത്ര പേർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് എടുത്താൽ പോരെ. ഇയാൾ പോയാൽ വേറൊരാൾ വരും. ഏതായാലും സ്റ്റാലിൻ്റെ കഥ കൗതുകരമാണ്. സ്റ്റാലിനെ കുറിച്ച് ഇങ്ങനെയാണ്. യഥാർത്ഥ സ്റ്റാലിൻ ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.